മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ചൈനയിൽ പടരുന്ന വൈറസ് ബാധ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി സംസ്ഥാന ആരോഗ്യ വകുപ്പ്. ഗർഭിണികളും പ്രായമായവരും മാസ്ക് ധരിക്കുന്നതാണ് നല്ലതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങളുമായി ശ്രീജ ശ്യാം ചേരുന്നു. ശ്രീജ, ചൈനയിലെ വൈറസ് ഏതു തരത്തിലാണ്, അത് സംബന്ധിച്ച ആശങ്കകൾ പൊതുവിൽ നിൽക്കുകയാണ്. ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് പറയുന്നത്. പക്ഷേ സംസ്ഥാന ആരോഗ്യ മന്ത്രിയുടെ വ്യക്തമാക്കുന്നതനുസരിച്ച് സംസ്ഥാനം കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം, അതിന്റെ സൂചനകൾ ഉണ്ടോ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നിരീക്ഷണത്തിൽ? സജിത്ത്, അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട ഈ കുറിപ്പിലും പറയുന്നത്. പക്ഷേ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ജനറൽ പ്രിക്കോഷൻസ്, പൊതുവായ ചില മുൻകരുതലുകൾ, അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അതായത് പ്രായമായവരിലും കുട്ടികളിലും ഗർഭിണികളിലും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം അസുഖങ്ങൾ പടർന്നു പിടിക്കാനും അത് ഗുരുതരമാവാനും സാധ്യതയുള്ള സാഹചര്യത്തിൽ മാസ്ക് ധരിക്കുന്ന ഉൾപ്പെടെയുള്ള പൊതുവായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതാണ് അഭികാമ്യം എന്ന നിർദ്ദേശമാണിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവിട്ട കുറിപ്പിലൂടെ പറയുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഇതിന് സമാനമായൊരു നിർദ്ദേശമാണ് നൽകുന്നത്. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് HMPVയും കോവിഡിന്റെ ഒരു വകഭേദവും ഇൻഫ്ലുവൻസ വൈറസുമാണ് ചൈനയിൽ പടർന്നു പിടിക്കുന്നത്. ഇതിൽ HMPVയോ ഈ COVID-19 വകഭേദമോ ഇൻഫ്ലുവൻസ വൈറസോ ഒറ്റ നോട്ടത്തിൽ അത്ര ഗുരുതരമായ കാര്യങ്ങളല്ല. ഈ HMPV വൈറസിനെ പറ്റി ഇപ്പോൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിലും 2001 മുതൽ തന്നെ HMPV വൈറസ്, അതായത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്, ഇത് പടർന്നു പിടിച്ചതായുള്ള വിവരങ്ങളുണ്ട്. 2011-12 കാലത്ത് അമേരിക്ക, കാനഡ, യൂറോപ്പ് തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ HMPV വൈറസ് പടർന്നു പിടിച്ചിരുന്നു. സാധാരണഗതിയിൽ ഇത് അങ്ങനെ ഗുരുതരമായ ഒരു പ്രശ്നമല്ല. ഇത് അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റത്തെയും ലോവർ റെസ്പിറേറ്ററി സിസ്റ്റത്തെയും ബാധിക്കുകയും ചുമ, ശ്വാസതടസ്സം, പനി തുടങ്ങിയ ലക്ഷണങ്ങളോടെ വന്നു പോവുകയും ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഗുരുതരമാവുന്ന സാഹചര്യത്തിൽ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ അവസ്ഥകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് ഏതൊരു ശ്വാസകോശ സംബന്ധമായ ജലദോഷം ഉൾപ്പെടെയുള്ള എല്ലാ അവസ്ഥയിലും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രവാസികൾ ഒരുപാട് വന്നു പോകുന്ന സ്ഥലമാണ് കേരളം. ചൈനയിൽ നിന്ന് ഏറ്റവും ആദ്യം വുഹാനിൽ നിന്ന് കോവിഡ് വൈറസ് എത്തിയത് ഇന്ത്യയിൽ, കേരളത്തിലാണ്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു മുൻകരുതൽ. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചൈനയിൽ നിന്ന് ഇതുവരെ ഈ രോഗവുമായി ബന്ധപ്പെട്ട് യാതൊരു തര സ്ഥിരീകരണങ്ങളും വന്നിട്ടില്ല.